In this video, we are going to solve two problems by using calculus of residue or by applying contour integration. First question is, use method of contour integration to prove that integral 0 to 2 pi d theta by 1 minus 2p cos theta plus p square equal to 2 pi by 1 minus p square, where p is a fixed real number in the interval 0 less than p less than 1. For solving this integral, consider I is equal to integral 0 to 2 pi d theta by 1 minus 2p cos theta plus p square. Substituting d theta is equal to dz by iz and cos theta equal to 1 by 2 into z plus iz, we will get integral c dz by iz divided by 1 minus 2p cos theta ആണ്. ആ കോസ് തീറ്റയിൽ 1 by 2 ഇൻറ്റു z പ്ലസ് 1 by z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് p ഇൻറ്റു z പ്ലസ് 1 by z ആയിട്ട് മാറും. ദർഫോർ ഇറ്റ് വിൽ ബി 1 മൈനസ് p ഇൻറ്റു z പ്ലസ് 1 by z പ്ലസ് p സ്ക്വയർ എന്ന് കിട്ടും. ഹിയർ ദ കോണ്ടൂർ c ഈസ് എ യൂണിറ്റ് സർക്കിൾ വിത്ത് എ റേഡിയസ് 1. നെക്സ്റ്റ് ഈ IZ-ലെ z ഇതിനുള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? z മൈനസ് പി സെഡ് സ്ക്വയർ മൈനസ് പി സെഡ് പ്ലസ് പി സ്ക്വയർ z ആയിട്ട് മാറും. നെക്സ്റ്റ് ഈ മൈനസ് പി സെഡ് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ z, ഈ ടേമിൽ നിന്ന് മൈനസ് സെഡ് പി എന്നൊരു ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബിക്കം ഇൻറ്റഗ്രൽ സി ഡി സെഡ് ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സെഡ് മൈനസ് പി മൈനസ് സെഡ് പി ഇൻറ്റു സെഡ് മൈനസ് പി എന്ന് കിട്ടും. ഇതിൽ സെഡ് മൈനസ് പി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ സി ഡി സെഡ് ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സെഡ് മൈനസ് പി ഇൻറ്റു 1 മൈനസ് സെഡ് പി എന്ന് വരും. Multiply and divide the denominator of this equation by p, then we will get ip into z minus p into 1 minus zp divided by p എന്ന് വരും. 1 മൈനസ് സെഡ് പിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് 1 by p മൈനസ് z ആയിട്ട് മാറും. Therefore it will become integral c dz divided by ip into z minus p into 1 by p minus z എന്ന് വരും. ഇതിനെ നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ദർഫോർ ദിസ് ഇൻറ്റഗ്രൽ വിൽ ബിക്കം ഇൻറ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതിൽ നിന്നും എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ ഐ പി ഇൻറ്റു സെഡ് മൈനസ് പി ഇൻറ്റു 1 ബൈ പി മൈനസ് സെഡ് എന്ന് കിട്ടും. ഈ ഒരു ഫംഗ്ഷൻ്റെ സിംഗുലാർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെഡ് മൈനസ് പി ഇൻറ്റു 1 ബൈ പി മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്നും സെഡ് മൈനസ് പി ഇസ് ഈക്വൽ ടു 0 എന്നും സെഡിന് പി എന്നൊരു വാല്യൂം കിട്ടും. അതുപോലെ തന്നെ 1 ബൈ പി മൈനസ് സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്നും സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ പി എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അതായത് ഇവിടെ സെഡിന് പി എന്ന് പറയുന്ന ഒരു വാല്യൂം 1 ബൈ പി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുക. ഇത് രണ്ടും ഈ ഒരു ഫംഗ്ഷൻ്റെ സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ പോൾസിൻ്റെ റെസിഡ്യൂ കാണുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പി എന്ന് പറഞ്ഞ ആ ഒരു പോയിൻറ്റിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. അതുകൊണ്ട് തന്നെ സെഡ് ഈക്വൽ ടു 1 ബൈ പി എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഈ യൂണിറ്റ് സർക്കിളിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക, അതായത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. സെഡ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞൊരു വാല്യൂ മാത്രമാണ് ഈ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സെഡ് പി ആവുമ്പോഴുള്ള റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദർഫോർ ദ റെസിഡ്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു പി വിൽ ബി ലിമിറ്റ് സെഡ് ടെൻസ് ടു പി ഇൻറ്റു സെഡ് മൈനസ് പി ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. എഫ് ഓഫ് സെഡിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് സെഡ് ടെൻസ് ടു പി സെഡ് മൈനസ് പി ഇൻറ്റു 1 ബൈ ഐ പി ഇൻറ്റു സെഡ് മൈനസ് പി ഇൻറ്റു 1 ബൈ പി മൈനസ് സെഡ് എന്ന് കിട്ടും. അതിൽ സെഡ് മൈനസ് പി ക്യാൻസൽ ആവുന്ന സമയത്ത് then we will get limit z tends to p 1 by ip into 1 by p minus z ആയിരിക്കും. zന് p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ ip into 1 by p മൈനസ് p എന്ന് വരും. ഈ p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 by i into 1 മൈനസ് p സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ കോഷി റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് we have integral c f of z dz is equal to 2 pi I into sum of all residues ആണ്. ഇവിടെ നമുക്ക് ആകെ ഒരു റെസിഡ്യൂ മാത്രമേ ഉള്ളൂ. ദർഫോർ 2 pi I into 1 by I into 1 minus p സ്ക്വയർ എന്ന് വരും. ഐയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 pi by 1 minus p സ്ക്വയർ ആയിട്ട് മാറും.
and it is the answer. Next question എന്ന് പറയുന്നത് apply calculus of residue to prove that integral 0 to 2 pi sin square theta by a plus b cos theta d theta equal to 2 pi by b square into a minus root of a square minus b square. And the given condition is a greater than b greater than 0. For solving this problem, consider I is equal to integral 0 to 2 pi sin square theta by a plus b cos theta. And we have d theta is equal to dz by iz, sin theta equal to 1 by 2i into z minus 1 by z, cos theta equal to 1 by 2 into z plus 1 by z. Substituting all these values in the integral, it will become integral c z minus 1 by z by 2i all square divided by a plus b by 2 into z plus 1 by z into dz by iz, where c is a closed contour with radius 1, that is a unit circle. 2i all square എന്നത് 4i square ആയിട്ട് മാറും. ഈ z മൈനസ് 1 by z all square ഇവിടെ തന്നെ ഉണ്ടാവും. ഈ iz ഇൻറ്റു a പ്ലസ് b by 2z പ്ലസ് b by 2z ആണ് ഉണ്ടാവുക. ഇനി ഇവിടെ ഐ സ്ക്വയർ -1 ആവും. ദെർഫോർ -4i ഇൻറ്റു ഈ z ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ az പ്ലസ് b by 2z സ്ക്വയർ പ്ലസ് b by 2 എന്നായിട്ട് മാറും. ഇത് z സ്ക്വയർ -1 ഓൾ സ്ക്വയർ ബൈ z സ്ക്വയർ ആയിട്ട് മാറും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ z സ്ക്വയർ -1 ഓൾ സ്ക്വയർ, ഈ z സ്ക്വയർ താഴെ വരും. ഇവിടെ എന്ത് വരും? ഇതിൽ നിന്നും ഈ ഒരു ഇക്വേഷനിൽ നിന്നും b by 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ എന്തായിട്ട് മാറും? -4i ഇൻറ്റു b by 2 ഇൻറ്റു z സ്ക്വയർ ഇൻറ്റു 2a by b z പ്ലസ് z സ്ക്വയർ പ്ലസ് 1 എന്നാണ് കിട്ടുക. ഈ ഒരു ടേം i by 2b ആയിട്ട് മാറും. ബാക്കി അവിടെ z സ്ക്വയർ -1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 2a by b ഇൻറ്റു z പ്ലസ് 1 dz ആണ് ഉണ്ടാവുക. ഇതിന് നമുക്ക് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ നിന്നും എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഐ ബൈ 2b ഇൻറ്റു സെഡ് സ്ക്വയർ -1 ഓൾ സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 2a by b ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് കിട്ടും. ഈ ഒരു ടേമിനെ നമുക്ക് z മൈനസ് ആൽഫ ഇൻറ്റു സെഡ് മൈനസ് ബീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. വേർ ആൽഫ ഇസ് ഈക്വൽ ടു -a പ്ലസ് root of a square minus b square by b and beta equal to -a minus root of a square minus b square by b. ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് z സ്ക്വയർ ഇൻറ്റു z മൈനസ് ആൽഫ ഇൻറ്റു z മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഫംഗ്ഷൻ z സ്ക്വയർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് z ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. z ഈക്വൽ ടു ആൽഫ ആൻഡ് z ഈക്വൽ ടു ബീറ്റ both are the pole of order 1. ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, a greater than b greater than 0 ആണ്. അതിൽ if the modulus of beta greater than 1 ആണെങ്കിൽ we have alpha into beta equal to 1. Therefore modulus of alpha will be less than 1. beta എന്ന് പറയുന്ന ആ ഒരു പോള് ഔട്ട്സൈഡ് ദ സർക്കിളും ആൽഫ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിളും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് കോണ്ടൂർ, അതായത് യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന പോൾ എന്ന് പറയുന്നത് എപ്പോഴും ആൽഫ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ റെസിഡ്യൂ അറ്റ് ദി പോൾ z equal to alpha. And the residue of the function f of z at z equal to alpha is given by limit z tends to alpha z minus alpha into f of z, and that is limit z tends to alpha z minus alpha into f of z is I by 2b into z square minus 1 all square divided by z square into z minus alpha into z minus beta. Z minus alpha get cancelled and it will be I by 2b into z square minus 1 all square by z square into z minus beta ആയിരിക്കും. അതിൽ സെഡിന് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ആൽഫ സ്ക്വയർ മൈനസ് 1 ഓൾ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്ന് വരും. ഇതിനെ നമുക്ക് ആൽഫ സ്ക്വയർ മൈനസ് 1 by alpha whole square എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബിക്കം ആൽഫ മൈനസ് 1 by alpha whole square ആവും. ഈ 1 by alpha എന്ന് പറയുന്നത് ബീറ്റയാണ്. ദെർഫോർ ഇറ്റ് വിൽ ബി ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ബൈ ആൽഫ മൈനസ് ബീറ്റ വരും. അത് ആൽഫ മൈനസ് ബീറ്റ ആയിട്ട് മാറും. ആൽഫയുടെ ബീറ്റയുടെ വാല്യൂവിൽ നിന്നും നമുക്ക് ആൽഫ മൈനസ് ബീറ്റ എന്നത്
2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി എന്നാണ് കിട്ടുന്നത്. അത് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്നായിട്ട് മാറും. ഇനി z ഈക്വൽ ടു 0 ആവുന്ന സമയത്തുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. Therefore, the equation will be limit z tends to 0 1 by 2 minus 1 factorial into d by dz of z minus 0 all square into f of z. എഫ് ഓഫ് സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെയായിട്ട് മാറും. ഇതിൽ z സ്ക്വയറും ക്യാൻസൽ ആയിട്ട് പോകും. ലിമിറ്റ് z tends to 0 I by 2b into d by dz of this function എന്ന് വരും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ z ഈക്വൽ ടു 0 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ i by 2b ഇൻറ്റു മൈനസ് 2a by b 1 വരും. മൈനസ് i a by b സ്ക്വയർ ആയിട്ട് മാറും. ഇപ്പൊ നമ്മൾ രണ്ട് റെസിഡ്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് z ഈക്വൽ ടു ആൽഫ എന്ന വാല്യൂ വരുമ്പോഴുള്ള റെസിഡ്യൂ, രണ്ടാമത്തെ z ഈക്വൽ ടു 0 എന്ന് വരുമ്പോഴുള്ള റെസിഡ്യൂ. Therefore, by applying Cauchy residue theorem, we have I is equal to integral c f of z dz will be equal to 2 pi I into summation of residues ആണ്. രണ്ട് റെസിഡ്യൂസും ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 pi I into I into root of a square minus b square by b square minus I a by b square എന്ന് വരും. അത് I root of a square minus b square minus I a by b square ആവും. ഇതിൽ I കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് ഇവിടെ ഐ സ്ക്വയർ ആവും. ഇവിടെ ഈ ടേം മാത്രമാണ് ഉണ്ടാവുക. ഇവിടെ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. അത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇത് 2 പൈ ബൈ ബി സ്ക്വയർ ഇൻറ്റു എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് മാറും.